ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. പാലക്കാട്ടുകാരുടെ സ്വന്തമായിട്ടുള്ള കുറച്ച് പേരാണ് നമ്മളെ കൂടെയുള്ളത്. യെസ്, ടീം തൂമക്കണ്ണൻ. എന്നാ പിന്നെ തുടങ്ങിയേക്കാം. തൂമക്കണ്ണൻ അങ്ങനെ അത് സീരിയസ് ആയി അങ്ങനെ കോമഡി ചെയ്യും. അങ്ങനെ എന്താ ഓർഡർ ആവേണ്ട വീശാൻ പോയപ്പോൾ അയ്യോ സാറേ എന്നെ തല്ലല്ലേ, ഞാൻ നിങ്ങളുടെ ഫാനാണ്, ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഞാൻ അങ്ങനെ വലിക്കലും ആളെന്നെ കണ്ടു തൂമക്കണ്ണൻ എങ്ങനെ പോയാലും ഒരു പാലക്കാട്ടുകാരൻ പറയും അവറാക വിറാക പറഞ്ഞിട്ട് കാര്യമുള്ള ചക്ക വന്നിട്ട് മുകറാക നീ എടുത്തത് പറയാം. ചീരാപ്പ് പറഞ്ഞറിയോ? ഇന്ന് ഞാൻ പല്ല് കിറുക്കും. പെണ്ണുങ്ങളായിട്ടുള്ള ക്യാരക്ടറുകളൊക്കെ അജീഷ് ഗംഭീർ ചെയ്യും. ചോദിക്കാം, നീയൊക്കെ മിണ്ടിയും പറഞ്ഞിട്ടിരിക്കുക അല്ലേ? സുനാമി വരാൻ കടലില്ല, ആകെ ഉള്ളത് ചൂട്. ഇത് ചെയ്യുന്ന അമ്മായിമാർക്ക് എവിടെയോ ഒരു കുത്തു കിട്ടും. എല്ലാ വീട്ടിലും മരുമകൾ പോയിട്ടുണ്ട്, ഇല്ലാണ്ട് പറയാൻ പറ്റും. അവർക്ക് കണക്ട് ആവും എന്ന ഒരു ഇന്ന് ഇവിടെ അഹലിയിൽ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒന്നായിരുന്നു ആ രാത്രിയാണ് ഞങ്ങളുടെ സമയം. ടിക്ടോക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അമ്മ അപ്പുറത്തോടെ ചൂരും കൊണ്ട് കഴിവേ ഞങ്ങൾക്കറിയാം. അങ്ങനെ മതി ഇനി പോക്കിയത് മതി. ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. പാലക്കാട്ടുകാരുടെ സ്വന്തമായിട്ടുള്ള കുറച്ച് പേരാണ് നമ്മളെ കൂടെയുള്ളത്. യെസ്, ടീം തൂമക്കണ്ണൻ. വെൽക്കം. താങ്ക് യു. നമസ്കാരം. നിങ്ങൾ അതെ ഓ ആണ് നമ്മുടെ അല്ലേ. ശരിക്കും നിങ്ങളോട് എന്താ ചോദിക്കുക, എന്താ പറയാന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് വീഡിയോ കാണുമ്പോഴാണെങ്കിലും നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള എന്തൊക്കെയോ നടക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുള്ളൂ. കാരണം പാലക്കാട്ടുകാരി ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു പേജ് തുടങ്ങിയതിലും പാലക്കാട് ലാംഗ്വേജ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഇത് ശരിക്കും ആരുടെ ഐഡിയ? ഞങ്ങള് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഐഡിയ അല്ല, ഞങ്ങൾ 4 പേരും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടായ ഒരു ആശയമാണത്. ഒരു കുഞ്ഞു കഥയുണ്ട്, പറയാലോ. ഞങ്ങൾ എല്ലാവരും പറയുന്നതാണ്, ബട്ട് എന്നാലും പറയാം. എനിക്ക് പണ്ട് പോലെ വീഡിയോഗ്രാഫി നല്ല താല്പര്യമാണ്. വീഡിയോസ് എടുക്കാനും ഭയങ്കര താല്പര്യമായിരുന്നു. ഇവർക്ക് 3 പേർക്ക് അഭിനയം നല്ല താല്പര്യമാണ്. അപ്പം നമ്മൾ ഒരേ നാട്ടുകാരാണ്, അടുത്ത വീടൊക്കെ തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ തവണ മീറ്റ് ചെയ്യുന്നത് ജിമ്മിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാനിടയ്ക്ക് ഇവരുടെ വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കും. ഇവർക്കത് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞിട്ട്, നമ്മൾ കൂട്ടുകെട്ടായല്ലോ, നല്ല കൂട്ടുകെട്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു ട്രിപ്പ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൊടൈക്കനാൽ വിട്ടു, പൂണ്ടിലോട്ട്. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ്. ഞങ്ങൾ 4 പേര് ഒരുമിച്ച് യാത്ര പോകുന്നത് പൂണ്ടിലോട്ടാണ്. അപ്പോൾ അങ്ങനെ പൂണ്ടിലോട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും പോകുമ്പോൾ ഒരു ചെറിയൊരു കഥയൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുക. ഞാൻ ചെറിയൊരു കഥയൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ദിവസം നേരെ പൂണ്ടി വിട്ടു. പോയി നൈസായിട്ട് അടിച്ചു പൊളിച്ച് കറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്തപ്പോൾ എല്ലാവർക്കും വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനകത്ത് കൊള്ളാലോ, നമുക്ക് എന്തുകൊണ്ട് ഒരു ഓൺ വോയിസിലൊരു സാധനം തുടങ്ങിക്കൂടാ. എല്ലാവരും ചുമ്മാ പാട്ടിന് റീമിക്സ് അടിച്ച് പോകുന്ന പോലെ വേണ്ട, നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി അറിയിക്കണമെങ്കിൽ നിനക്ക് എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, നമുക്ക് ഇവർക്കൊക്കെ അഭിനയിക്കാനും താല്പര്യമുണ്ട്, എന്തെങ്കിലും ഒരു സാധനം തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം നമ്മളുടെ എരുമിയൂർ ടൗണിൽ ഒരു ദിവസം ഫുഡൊക്കെ കഴിച്ചിട്ട് 3 പേരും കൂടെ എന്നെ വിളിച്ചിട്ട്, എടാ ഇങ്ങനെയൊന്നും പോയാൽ പോരാ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കാര്യമല്ല, എന്തെങ്കിലും ഒരു ഓൺ വോയിസ്, ഇപ്പോൾ ഓൺ വോയിസിൻ്റെ ടൈമാണ്, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ഇരുന്ന് ബൂസ്റ്റ് ചെയ്ത് എന്നാൽ പിന്നെ തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം ഒരു ആശയം ഉണ്ടായി. പാലക്കാടൻ ഭാഷയിൽ അധികം ആരും ഇല്ല തോന്നുന്നു ആ സമയത്ത്. ഇപ്പോൾ ഏകദേശം ഒരു 1-2 വർഷം ആവറായി നമ്മൾ തൂമക്കണ്ണൻ തുടങ്ങിയിട്ട്. അപ്പോൾ പാലക്കാടൻ ഓൺ ഭാഷയിൽ സ്ലാങ്ങിൽ ആരും ഇല്ല, അപ്പോൾ അതിലെന്തെങ്കിലും നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു സാധനമാണ് തൂമക്കണ്ണൻ. പേര് നമ്മൾ 3-4 പേരൊക്കെ ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഒരു 3-4 പേരൊക്കെ അങ്ങോട്ടും സജസ്റ്റ് ചെയ്ത് എല്ലാവരും. അപ്പോൾ അതൊന്ന് എല്ലാവർക്കും സ്ട്രൈക്കിംഗ് ആയ ഒരു പേര് തൂമക്കണ്ണൻ എന്നാണ്. കാരണം നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ നമ്മളെ തൂമക്കണ്ണ എന്ന് വിളിച്ചപ്പോൾ അത് യുണിക്കാണ്. പാലക്കാടല്ലാതെ വേറെ ഒരു ജില്ലയിലും തൂമക്കണ്ണ എന്ന് പേര് വിളിക്കില്ല. അപ്പോൾ അങ്ങനെ ആ പേര് നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ആക്സിഡൻ്റലി തുടങ്ങിയൊരു സംരംഭമാണ്. ഞങ്ങളിപ്പോഴും പറയുന്ന ഒരു സംരംഭം, ഒരു സ്റ്റാർട്ടപ്പാണ് നമ്മൾ ഒരു ടീം വർക്കാണ്. അങ്ങനെയാണ് തൂമക്കണ്ണിലോട്ട് എത്തി ഇവിടം വരെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, എന്താണ് ശരിക്കും ഈ ഒരു തൂമക്കണ്ണൻ്റെ മീനിങ്? തൂമക്കണ്ണൻ പറഞ്ഞാൽ അഴകുള്ള കണ്ണുള്ളവൻ എന്നാണ് അതിൻ്റെ പര്യായം. നോക്കിയാൽ ഭംഗി, ചന്തം, അങ്ങനെയൊക്കെയാണ് തൂമ പറയുക. പക്ഷേ നമ്മൾ ഈ വീഡിയോ ചെയ്ത മുതൽ ഫസ്റ്റ് തന്നെ വരുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് എന്താ തെറി പറഞ്ഞിട്ടാണല്ലോ. പാലക്കാടുള്ളൊരു ഇതാണ് അത്. പക്ഷേ പണ്ടുള്ള ഈ മുത്തിയമ്മമാർക്കും മുത്തശ്ശന്മാർക്കൊക്കെയാണ് ഇത് കൂടുതൽ അറിയാൻ പറ്റുക. ഈ തൂമ പറഞ്ഞാൽ എന്താണ്, അതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണം എന്നുള്ളത് അവർക്കാണ് ശരിക്കും അറിയാൻ പറ്റുക. ഞങ്ങൾ കമൻറ്റിന് റീപ്ലൈ കൊടുത്ത് മതിയായിട്ടുണ്ട്. ഇപ്പം നിലവിൽ തൂമക്കണ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ടീമാണ് അല്ലേ? അതെ, അതിനപ്പുറമൊന്നുമില്ല. ഓക്കെ, ശരിക്കും നിങ്ങളുടെ ജോലി പ്രൊഫഷൻ ഇത് മാത്രമല്ലല്ലോ, കണ്ടന്റ് ക്രിയേഷൻ മാത്രമല്ലല്ലോ.
തീർച്ചയായും അല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സർവീസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ ഞാൻ പോലീസിലാണ്, അജീഷ് വന്നിട്ട് ഫയർഫോഴ്സ്, ആകാശ് BSNL, ലിൻഡേഷ് എക്സൈസ്, അങ്ങനെ ഗവൺമെൻറ് സർവീസാണ്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഞങ്ങളത്തെ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും വെളിയിലെ ഫാമിലിയിലെ ആൾക്കാരായാലും നിങ്ങൾക്ക് എങ്ങനെ ഇതിനുള്ള സമയം നിങ്ങൾ കിട്ടുന്നത്, ഈ ജോലി ഫാമിലി എല്ലാം നോക്കണ്ടേ അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ മെയിനായിട്ട് പറയാറുള്ളത് ഇത് നമ്മുടെ ഒരു പാഷനാണ്. അത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തും. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ ഫാമിലി പരമായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഓരോക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമുക്കിങ്ങനെ ഈ വീഡിയോസിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ടൈം മാനേജ്മെൻറ്റ് നോക്കണം. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ഒരു പാഷൻ്റെ ഇതിൽ നമ്മളങ്ങനെ ചെയ്യാം തുടങ്ങി. അപ്പം ഈ കൊളീഗ്സ് ഒക്കെ സപ്പോർട്ടാണോ? കാരണം ഈ പോലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ അല്ലേ? തീർച്ചയായും സപ്പോർട്ടാണ്. കൂടെയുള്ള ഞാൻ ചില സമയത്ത് സ്റ്റേഷനിലൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അധികം അറിയിക്കില്ല. ആദ്യമൊക്കെ സമയത്ത് തീരെ അറിയിക്കില്ലായിരുന്നു. പിന്നെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവല്ലോ, അവരിങ്ങനെ സാറേ ധാരാളം അറിയില്ല, നമ്മുടെ തൂമക്കണ്ണ ടീമാണെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു ചമ്മലായിരുന്നു. പക്ഷെ ഇപ്പം അത് കേൾക്കുമ്പോൾ നല്ലൊരു പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു രസമാണ്. പിന്നെ വേലാപൂരം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ സാർ ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട്, അവർക്ക് തൂമക്കണ്ണെന്ന് പറയാൻ ഒരു പേടിയുണ്ട്. യൂണിഫോമിലാണല്ലോ, യൂണിഫോമിലാകുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും. പക്ഷെ എന്നാലും ഓക്കെ എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. ഓക്കെ, ഫയർഫോഴ്സിലാണ് അല്ലേ? എക്സൈസിൽ നമുക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ പറഞ്ഞാൽ കള്ള്, കഞ്ചാവ്, അങ്ങനെ മറ്റേ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണല്ലോ. അതുമായി പോകുമ്പോൾ സമയത്ത് ഓരോരുത്തർ തന്നെ പോയി പിടിക്കുന്ന സമയത്ത് ആ യൂണിഫോം ഇട്ട് മറ്റേ ഷൂട്ടിലാണെങ്കിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല, ആൾക്കാണെങ്കിലും ഇവരാണെങ്കിലും എല്ലാവർക്കും ഇതിന്റെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കോ? ഇതുപോലെ ബന്ധപ്പെട്ടിട്ട് ഒരു പെട്ടെന്നൊരു കേസുമായി ബന്ധപ്പെട്ടിട്ട് പോണ്ടി വന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ടീമിനെ ഇൻസ്പെക്ടർ ഒരുങ്ങാൻ പറഞ്ഞു, പോവാ, മറ്റേ ആള് ഇത്തിരി പ്രശ്നക്കാരനാണ്, ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പോയി, എല്ലാവരുമായിട്ട് പോയി കയറി പിടിച്ചു. ബാഗിൽ നിന്ന് പിടിച്ചപ്പോൾ നോക്കിയിട്ട് അങ്ങനെ അത് സീരിയസ് ആയി അങ്ങനെ കോമഡി ചെയ്യും. അങ്ങനെ ഇതേപോലുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഈ മങ്കര സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കോളേജിൽ ഇതേമാതിരി ജൂനിയേഴ്സും സീനിയേഴ്സും കൂടി അടിയായി, +1 +2 ടീമുകൾ. അപ്പോൾ ഞാനിങ്ങനെ യൂണിഫോമിൻ്റെ 2-3 നമ്മുടെ ടീമുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ യൂണിഫോം കണ്ടതും +2 സീനിയർമാർ ജൂനിയർമാർ തല്ലിക്കൊണ്ട് അവർ ഓടി, പിന്നാലെ ഓടി രണ്ടുപേരെ മാത്രം ഒറ്റയ്ക്ക് കിട്ടി. അപ്പോഴേക്കും അവർ സൈഡിലിങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ യൂണിഫോമിൽ ലത്തി എടുത്തിട്ട് ഇങ്ങനെ എന്താ ഓർഡറാവേണ്ട വീശാൻ പോയപ്പോൾ അയ്യോ സാറേ എന്നെ തല്ലല്ലേ, ഞാൻ നിങ്ങളുടെ ഫാനാണ്, ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് സാറേ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ശരി ഇതിൻ്റെ ആ ഒരു ഫ്ലോ പോയി, തല്ലുന്ന ആ ഫ്ലോ പോയി. യൂണിഫോമിലാണെങ്കിൽ പേര് പറയാൻ മടിക്കും. സാറ് തൂമക്കം പറയുമ്പോൾ അവരൊരു ബുദ്ധിമുട്ട്. സാറേ ഒരാളെ വന്നിട്ട് സാറേ ടീ കണ്ണനല്ലേ എന്തായാലും ഇവരൊക്കെ പറഞ്ഞല്ലോ. അപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. സംഭവം നമ്മൾ ഫയർഫോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ആലത്തൂർ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് കോളാണ് വരിക. അപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് നമ്മളെ വിളിക്കുക. ആ സമയത്ത് ഒരു കോള് വന്നു, കിണറിൽ ഒരാൾ പെട്ടിട്ട് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി നമ്മളെ റോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് ആളെ പുറത്തെടുക്കും. ഞാൻ അങ്ങനെ വലിക്കലും ആളെന്നെ കണ്ടു തൂമക്കണ്ണൻ. അത് ആ ഒരു സീരിയസ് സിറ്റുവേഷൻ അങ്ങനെ അത് കോമഡി അംഗമായി മാറി. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു, രക്ഷപ്പെടുന്നു, ഇങ്ങനെ കാണുന്നു. അപ്പോൾ കൊളികൊക്കെ അപ്പം ഇങ്ങനെ നോക്കി തന്നെ വേണ്ടായിരുന്നു എന്നൊക്കെ അല്ലേ. അപ്പം ശരിക്കും സന്തോഷമാണല്ലേ അങ്ങനെ പറയുമ്പോഴൊക്കെ? പിന്നെ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അച്ഛനമ്മ, ചേച്ചി മാരീഡാണ്, ചിറ്റൂര്. അങ്ങനെ പിന്നെ വൈഫ്, ഒരു ആൺകുട്ടി, ഒരു മോൻ 2 വയസ്സായി. അവരൊക്കെ വീഡിയോസിൽ വരാറുണ്ട്. വൈഫ് ഒരു വീഡിയോസിൽ വൈഫ് അങ്ങനെ വരാറില്ല. പിന്നെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ ഇട്ടിട്ടില്ല. അപ്പം ആരുടെ? എൻ്റെ വൈഫാണ്. അവളുടെ പേര് ഷീന എന്നാണ്. അവള് നമ്മൾ ഫസ്റ്റ് ഏതാണ് ചൂടില്ല അതിന് മുമ്പ് ഭക്ഷണത്തിൻ്റെ ഒരു ഫുഡിൻ്റെ ഒരു വീഡിയോയിലായിരുന്നു ഒരു ഫീമെയിൽ ക്യാരക്ടർ വേണം പറഞ്ഞിട്ട് അവങ്ങനെ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവളായിരുന്നു വന്നത്. പേര് ഷീന എന്നാണ്.
കുഴപ്പമില്ല, നല്ലപോലെ ചെയ്യുന്നത്. അവൾക്ക് നല്ല താല്പര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര സപ്പോർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ആളുടെ വൈഫാണ് ഒരാൾ വീഡിയോയിൽ വരാറുള്ളത് അല്ലേ? രണ്ട് ലേഡീസ്. വൈഫ് കുട്ടി. വൈഫ് ആദ്യം മടിയായിരുന്നു, നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ്. ഇപ്പൊ അത്യാവശ്യം താല്പര്യം എടുത്ത് ചെയ്യുന്നുണ്ട്. പഴയതിനേക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ടൊക്കെ ഉണ്ട്. കുറച്ചല്ല നന്നായിട്ട് തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. അവർക്ക് ഒരു താല്പര്യമൊക്കെ ഉണ്ട്. ആളുകൾ വന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും ഒരു മടിയാണ്. പിന്നെ അത് വന്നത് നമ്മൾ ആ ഒരു സർക്കിളിൽ പെട്ടാൽ പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് വരാൻ തോന്നില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ചെയ്യാൻ, ഭയങ്കര പാഷനായിട്ട് എല്ലാവരും നിൽക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു സക്സസ് ആണ് തൂമക്കണ്ണൻ. ആകാശിന്റെ വീട്ടിലായിരിക്കും അച്ഛൻ, അമ്മ, ചേച്ചി മാരീഡ് ആണ്, ഹൈദരാബാദാണ്. മാരീഡ് അല്ല, ഞാൻ എൻഗേജ്ഡ് ആണ്. അതെ, എൻഗേജ്ഡ് ആണ്. ഞാൻ ആർക്കും അന്വേഷിക്കാൻ പറ്റില്ല അതൊക്കെ. ഓക്കെ. ശരിക്കും ഈ ഒരു ലാംഗ്വേജ് തന്നെ പിടിക്കാനായിട്ടുള്ളൊരു കാരണം തുടക്കത്തിലൊക്കെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഇത് വേണോ അങ്ങനെയൊക്കെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പാലക്കാട്ടുകാരുടെ തന്നെ? അല്ല, അങ്ങനല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനൊരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം നമ്മളുടെ ബേസ് വന്നിട്ട് പാലക്കാട് സ്ലാങ് തന്നെയാണ്. നമ്മൾ പാലക്കാട് സ്ലാങ്ങിൽ എന്തും ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധം ഞങ്ങൾ 4 പേർക്കുണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഐഡന്റിറ്റി പാലക്കാട് തന്നെയാണ്, നമ്മൾ പാലക്കാട്ടുകാരാണ്. പാലക്കാട് സ്ലാങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആരുമില്ല. എല്ലാവരും ഇതെന്തോ ഒരു മടി. നമ്മൾ പാലക്കാട്ടുകാർ, ഞാൻ കുറ്റം പറയല്ല, പക്ഷെ നമ്മളുടെ ആളുകൾ കൂടെ തെറ്റിദ്ധാരണയാണ്. പാലക്കാട് ഇങ്ങനെയല്ല ലാംഗ്വേജ് സംസാരിക്കുക. നമ്മൾ പാലക്കാട് ജില്ലയിൽ 2ആയി തിരിക്കുകയാണെങ്കിൽ ആലത്തൂരിൽ നിന്ന് അങ്ങോട്ട് ഒറ്റപ്പാലം ആ സൈഡൊക്കെ ആണെങ്കിൽ അച്ചടി ഭാഷ വളരെ സ്റ്റൈലിൽ സംസാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചിറ്റൂർ, കൊല്ലംകോട്, കൊഴിഞ്ഞാമ്പറയൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഏകദേശം ഒരു കുറച്ച് നീട്ടമുള്ള സ്ലാങ് സംസാരിക്കുക. സോ നമ്മുടെ ആളുകൾക്ക് തന്നെ ചെറിയ മടി, അയ്യോ ഞങ്ങൾ പാലക്കാട്ടുകാർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല, ഇങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല. പക്ഷെ അത് മൂവിയിലോട്ട് വരുമ്പോൾ ഓർഡിനറി ഞങ്ങൾ ഇവിടുത്തെ വരുമ്പോൾ പാലക്കാട് ഇങ്ങനെയാണല്ലേ, ഇത്രയൊന്നുമില്ല എന്നാലും ഒരു രസം. സോ നമ്മൾക്ക് നിർബന്ധമായിരുന്നു പാലക്കാടൻ സ്ലാങ്ങിലെ എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും നമ്മൾ ആൾ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ അതായത് മറ്റുള്ള ജില്ലകൾക്കൊക്കെ അവരുടെ ലാംഗ്വേജ് ഭയങ്കര പ്രൗഡാണ്. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ കോട്ടയം അച്ചടി ഭാഷ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലാംഗ്വേജ് പറയുമ്പോൾ ഇവർക്കൊരു മാനക്കേടാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ലാംഗ്വേജ് പ്രൗഡ് തന്നെയാണ്. അപ്പോൾ നമ്മളല്ലേ അത് കാത്തു സൂക്ഷിക്കണ്ടേ? അത്രേ ഉള്ളൂ. പഴയ കാര്യങ്ങളിലേക്ക് നമ്മളൊരു തിരിഞ്ഞു നോട്ടം, അതാണ് തൂമക്കണ്ണനിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. എന്താ പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ എല്ലാ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഈ പാലക്കാട് സ്ലാങ്ങിനെ നമ്മൾ താഴ്ത്തി കെട്ടുന്നത്? അങ്ങനെ നമ്മൾ ഒരിക്കലും താഴ്ത്തി കെട്ടില്ല. നമ്മൾ പഴയ നമ്മുടെ മുത്തശ്ശിമാരും ഉപയോഗിച്ചിരുന്ന ആ സ്ലാങ്ങിനെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ഒരു പ്രൗഡായിട്ട് തന്നെ കണക്കാക്കണം. നമ്മൾ ഒരുപാട് പേര് നമുക്കങ്ങനെ ചോദിക്കണം, നിങ്ങളൊന്ന് സ്ലാങ് ഒന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ സ്ലാങ്ങിനെ നമുക്ക് എല്ലാ ജില്ലകളിലോട്ടും ഒന്ന് അറിയിക്കണം എന്നുള്ള ഒരു തന്നെ. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് പറയണവരും ഇല്ലേ, പാലക്കാട്ടിൽ തന്നെ നെഗറ്റീവ് പറയണവരും അത്യാവശ്യം എവിടെയെങ്കിലും ഇത് പറയുന്നുണ്ട്. അത് പറയണ്ടല്ലോ, അവരെന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ചിലവർ അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കാറില്ല, ഞങ്ങൾ അച്ചടിയാണ്, ഞങ്ങൾ പേപ്പറിന് വെട്ടി പറയും. എവിടെയൊക്കെ അതുപോലെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ചില നെഗറ്റീവ് കമന്റ് ഉണ്ട്. നമ്മൾ പാലക്കാടിൽ ജനിച്ചത്, അപ്പൊ എന്തായാലും ആ സ്ലാങ് വരുന്നല്ലോ. അതിൽ തെറ്റ് പറയാനൊന്നുമില്ല. എങ്ങനെ പോയാലും ഒരു പാലക്കാട്ടുകാരൻ പറയും തീർച്ചയായിട്ടും. ചെയ്തോ അതെന്ത് എത്ര നമ്മൾ അച്ചടി പടി സംസാരിച്ചാലും ആക്സിഡന്റിൽ അത് വരും. വേറെ ജില്ലക്കാർ യൂസ് ചെയ്യും. നമ്മുടെ സ്വന്തമാണോ, നമ്മുടെ ബ്രാൻഡാണ്. അല്ല, ഇവിടെ നിന്ന് മാത്രമല്ല, നമ്മൾ വെളിയിൽ എവിടെ പോയാലും ഞങ്ങൾ UK എന്നാണ് അല്ലേ, എല്ലാ ഒരു ജർമ്മനിയിൽ നിന്ന് ഓരോ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഫാൻസ് ഡെയിലി അവർ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. നിങ്ങൾ ഇനി ചെയ്യണം എന്നൊക്കെ വേണ്ടി ഓരോന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുക, അവർ എവിടെ പോയാലും നമ്മുടെ ഈ എന്താ പറയുക സ്വന്തം നാട്ടിലെ ആ ലാംഗ്വേജ് അവർ ഓർക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അത് എല്ലാ ജില്ലക്കാരും നമ്മളെ സപ്പോർട്ടാണ്. എല്ലാ ജില്ലക്കാരും നമ്മളെ വീഡിയോ കണ്ടിട്ട് സൂപ്പറാണ്, അവർക്ക് ഒരു കൗതുകമാണ് ഈ ലാംഗ്വേജ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പലവിടെ ഈ ലാംഗ്വേജ് തന്നെയാണ് സംസാരിക്കാറ്. അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ചിലവർ അതാണ് ഈ വള്ളുനാടൻ സ്റ്റൈലിലൊക്കെ അവർ അച്ചടി ഭാഷ അത് വേറൊരു സ്റ്റൈലാണ്, ഇവിടെ നിങ്ങോട്ട് വേറെ സ്റ്റൈലാണ്. എന്താ അറിയോ, അമ്മനെ തല്ലിയാലും 2 പക്ഷം ഉണ്ടാകും, നല്ലതും ഉണ്ടാകും കെട്ടതും ഉണ്ടാകും. അത് അങ്ങനെ കണക്കാക്കി നമ്മളങ്ങനെ പോകാനേ ഉള്ളൂ. ശരിക്കും ഈ ഒരു ലാംഗ്വേജിൽ ആയതുകൊണ്ട് തന്നെ അതിന് വലിയ പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല. ഐ മീൻ റെഫറൻസ് ഒന്നും വേണ്ടി വന്നില്ല അല്ലേ? ഓരോ വേർഡ് നമ്മൾ ഉണ്ടാക്കണ്ടേ? ഇപ്പൊ മുഗറ് അങ്ങനെ ഓരോന്ന് വരുന്നല്ലോ. അപ്പൊ അത് പെട്ടെന്ന് അങ്ങനെ വരില്ലല്ലോ. ഞാൻ നന്നായി റെഫർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വെബ്സൈറ്റ് ചെയ്തിട്ടാണ് ഓരോ വേർഡ് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ആധാരം എടുത്ത ടീമുകളില്ലേ, അവരുടെ അടുത്ത് പോയ പല വേർഡ്സുകളും കിട്ടും പാലക്കാടിലെ. കാരണം ഓരോ ഈ ആധാരം എഴുത്തിന്റെ അവിടെ പോകുന്നവര് പല കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് പറയുന്ന ലാംഗ്വേജ് മോശമായിരിക്കും.
സാറേ അവൻ വെറുതെ കുണ്ടാമണ്ടി ഉണ്ടാക്കാൻ വന്നാണ്. കുണ്ടാമണ്ടി പ്രശ്നം പുള്ളി നോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അവിടുത്തെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് റെഫറൻസ് കിട്ടും. അപ്പൊ ആക്ച്വലി നല്ല പണി. നമ്മളിത് സ്ക്രിപ്റ്റ് എഴുതി മെനക്കെട്ട് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ വന്ന് അന്നപ്പോ റീൽ എടുക്കാല്ലേ, അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പർ സ്ക്രിപ്റ്റ് എഴുതി പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ്. നല്ല എന്താ പറയുക, ഇതിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആകാശാണ് ചെയ്യുന്നത്. പിന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എഡിറ്റിങ്ങും ഒക്കെ അവനാണ് ചെയ്യുന്നത്. ക്യാമറയും അവനാണ് ചെയ്യുക. അപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് ഗ്രൂപ്പിലിട്ട് ഓരോരുത്തർക്ക് ഓരോ ഡയലോഗ്, നമ്മളെല്ലാവരും ഓരോ ത്രെഡ് പറയും. ത്രെഡ് പറഞ്ഞിട്ട് അവർ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഗ്രൂപ്പിലിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പഠിക്കും. എന്നിട്ട് നമ്മൾക്ക് ഇപ്പൊ എനിക്കൊരു ഡയലോഗ് പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് അത് പറയുന്ന രീതിയിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് ഇങ്ങനെ മാറ്റിക്കോട്ടെ ചോദിക്കും. എനിക്ക് കംഫർട്ട് ആയ രീതി അത് മാറ്റും. അങ്ങനെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. ഏകദേശം എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഓരോ അതായത് നമ്മള് എന്താണ് എവിടെ നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിൽ ഓരോ ആൾക്കാർ പറയണ വേർഡ് നമ്മളത് ഒബ്സർവ് ചെയ്യും. നമുക്കിതിനെ ഉപയോഗിക്കാമല്ലോ പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പം ഞങ്ങളത് ഉപയോഗിച്ചാണ്. അവറാക പറഞ്ഞിട്ട് കാര്യമുള്ള ചക്ക വന്നിട്ട് മൊഹറാക, അതൊക്കെ ഒരു നമ്മുടെ ഒരു കൊളീഗ് പറഞ്ഞതാണ്. അപ്പം നമ്മൾക്കത് നന്നായിട്ട് അത് ക്യാച്ചിങ് ആയിരുന്നു. അപ്പം അതങ്ങനെ യൂസ് ചെയ്തു. അല്ല, ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടാവും. അല്ല, എനിക്ക് മനസ്സിലാവും. അതിന്റെ മീനിങ് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കോ. എനിക്കറിയാം അവർക്ക് വേണ്ടിട്ട്. അവരാക ഇവരാക പറഞ്ഞ കാര്യം നിന്റെ മുഖം, അതെ അവരാക ഇവരാക പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ മുഖം ആകാം. എന്തായിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ മുഖം ആകാന്ന്. ഓക്കെ. അപ്പോൾ ശരിക്കും എൻ്റെ അടുത്ത് ഞാനിങ്ങനെ നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ ചോദിക്കായിരുന്നു, ആ വേർഡിന്റെ മീനിങ് ഒക്കെ ചോദിക്കും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണേ ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലുള്ള ആളുകളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചു. യെസ്. അപ്പം ഈ ഒരു വയസ്സായ ആളുകളുടെ കയ്യിൽ നിന്നും ഈ പറയുന്ന ആധാരം എഴുതുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ വേർഡ്സ് ഇങ്ങനെ പുതിയതായിട്ട് മാത്രമല്ല പഴയ ആൾക്കാരും പറഞ്ഞു തരാറുണ്ട് ഓരോ വാക്കുകൾ. ഇപ്പൊ മോന്തിയാകുക, പരിയത്തക്കലം പറഞ്ഞാൽ നമ്മുടെ ഈ മറ്റേ പണ്ട് തെങ്ങിൻ ചോട്ടില് പാത്രം കഴുകാൻ നമ്മൾ സിങ്ക് പറയില്ലേ, അത് പണ്ട് സിങ്കില്ലല്ലോ, പാത്രം കഴുകാൻ കൊണ്ടുപോകുന്നത് തെങ്ങിൻ ചോട്ടിലൊരു കയവുണ്ട്, അതിന് പരിയത്തക്കലം എന്നാ പറയുക. അങ്ങനെയുള്ള വാക്കുകൾ പഴയ ആൾക്കാർ പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ ചീരാപ്പ് പറഞ്ഞറിയോ? ചീരാപ്പ് പറഞ്ഞ ജലദോഷം. ഞങ്ങൾക്ക് 3 പേർക്കുണ്ട്. അതാണ് ഉള്ളേരിയകളില് അത്യാവശ്യം പഴയ ആൾക്കാർ ഈ ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തത്. അതൊന്ന് കാലം വിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മളത് പിടിച്ച് വലിച്ച് കൊണ്ടുവരികയാണ്. നല്ലതല്ലാത്ത കേൾക്കുമ്പോൾ ചീത്ത പോലെ തോന്നുന്നു. ഇല്ല എനിക്കത് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ കേട്ടിട്ടില്ല. അത് ഞാൻ കേട്ടിട്ടില്ല. നിന്നെ ഞാൻ കൊല്ലും. ഓ, പല്ലിക്കിർക്കാന്ന് പറഞ്ഞ കൊല്ലാണ്. സാധാരണ കൊല്ലുന്നത് അങ്ങനത്തെ നമുക്ക് കിട്ടുന്ന റെഫറൻസ് ഓരോ വീഡിയോസിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസിൽ നമ്മൾ ചെയ്യുന്ന സമയത്താണ് ചില വേർഡ്സ് ഒക്കെ നമ്മൾ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കും, എന്നോട് ചോദിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് നിനക്ക് ഇങ്ങനെ കിട്ടുന്നത്? ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടാണ്. പാലക്കാട് സ്ലാങ് വരാൻ ബുദ്ധിമുട്ടവനാണ്. എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് എനിക്ക് പക്ഷെ അത് ഇപ്പൊ 2 വർഷം 2 വർഷം ഇപ്പൊ തുടങ്ങണ ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ഒരു ഇതായിട്ടുണ്ട്. ബെറ്ററായി വരുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പാവം രാജീവ് ചേട്ടനാണ് തോന്നുന്നു. ഞാൻ പോലീസിലാണല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പാവമായിട്ട് അങ്ങനെ എപ്പോഴും ഇരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് ആണ് നമ്മളെ ആ ഒരു ഇതിലോട്ട് അങ്ങനെ ഇതാവുന്നത്. അതാണ് അവന്റെ വിജയം. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇതിൽ ഏറ്റവും നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു വൈബ് കിട്ടില്ലേ, അതാരാണെന്നറിയോ? ഓരോരുത്തർക്കും എനിക്കൊന്നും ഞാൻ ഒന്ന് പറയണ്ടാവും. ചിലപ്പോ ഇവന്റെ ഓരോന്നാണ് അജീഷിന്റെ ഒരു മറ്റേ പെണ്ണുങ്ങളായിട്ടുള്ള ക്യാരക്ടറുകളൊക്കെ അജീഷ് ഗംഭീരോ ചെയ്യും, രാജീവിന്റെ അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അത് ഓരോരുത്തർക്കും ഞങ്ങള് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന മൊമെന്റ്സ് ആണ്. അതായത് സ്ക്രിപ്റ്റിനൊക്കെ അത് നമ്മൾ ഓരോ ഡയലോഗ് പറയുന്നതിനേക്കാൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കും. പ്രത്യേകിച്ച് ലിൻഡോന്റെ ഓരോ കോമഡികളൊക്കെ പറയും. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഞങ്ങള് വീഡിയോ ചെയ്യണതിനെക്കാട്ടും എൻജോയ്മെന്റ് ഞങ്ങളെ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം ഉണ്ട് ആ സമയത്ത്. അവിടെയാണ് ശരിക്കും കോമഡി. ഞങ്ങൾ ഈ ബാക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മറ്റേത് ഇടും, എന്താണ് ബിഹൈൻഡ് സീൻസ് ഇടും. അത് ചിലത് നന്നായി ചോദിക്കാറുണ്ട്, നിങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് ഇടും ഇതിന്റെ വേണ്ട നന്നായിട്ട് അടിപൊളിയുണ്ട്, സൂപ്പറായിട്ട് വേണ്ട. അതെ, കുറെ ടേക്ക് വരും. പക്ഷെ അത് ടേക്കിൽ വരുന്ന സമയത്ത് ഓരോ യൂസ് ചെയ്യല്ലോ, ഓരോ വേർഡ്. അതാണ് രസം. അതായത് നമ്മുടെ
പറഞ്ഞ 1.5 മിനിറ്റ് വീഡിയോ ഒരു ദിവസത്തെ പണിയാണ്. അതായത് അത് എടുത്ത് കഴിയുമ്പോഴേക്കും ഒരു ഉച്ചയാവും. എങ്ങനെയോ രാവിലെ തുടങ്ങിയ ഒരു ഉച്ചര മുക്കാൽ അങ്ങനെയൊക്കെ ആവും. അത്രയാവുമല്ലേ? നമുക്ക് എന്താ ചുരുങ്ങിയ ഒരു 2 to 3 മണിക്കൂർ വേണം. അപ്പൊ ഈ ഒരു ശരിക്കും എല്ലാരും ഇങ്ങനെ ബിസി ആയിട്ടുള്ള ഈ ഒരു ലൈഫിൽ അതാണ് പാഷൻ. നമ്മൾക്ക് എല്ലാവർക്കും പാഷനാണ്, അത് അഭിനയത്തോടുള്ള പാഷൻ. അതാണ് വീഡിയോ ആണ് മെയിൻ. ലീവുകൾ എടുക്കുന്നതും അവന്റെ അടുത്ത് അവനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. രാജീവ് പോലീസ് ആയതുകൊണ്ട് അവനാണ്. എനിക്ക് ലീവും കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കുറെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും സമ്മതിച്ചു നിന്നെ, ഞങ്ങളൊക്കെ ഉറങ്ങാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറയും ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ എയർ ക്യാമ്പിലാണ്. അപ്പോൾ 1 day ഡ്യൂട്ടി 1 day റെസ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഡ്യൂട്ടി ചിലപ്പോൾ നൈറ്റൊക്കെ ഉണ്ടാവും. മുമ്പൊക്കെ കുറച്ച് നൈറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വരുമ്പോൾ കണ്ണൊക്കെ അങ്ങനെ അടഞ്ഞു പോകും. പക്ഷെ നമുക്ക് അത്രയും ഏറ്റവും നല്ല ഇഷ്ടമായതുകൊണ്ടാണ് നമുക്കതങ്ങനെ എന്ത് റിസ്ക് എടുത്താലും അങ്ങനെ ചെയ്യുന്നത്. 28 മണിക്കൂർ അതായത് എല്ലാവരും ജോബുള്ള കാരണം എല്ലാവർക്കും അതിൻ്റെതായ ഓഫീസിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതായത് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് നമ്മുടെ കൊളീഗിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയാണത്. ഓഫീസിലുള്ള ആൾക്കാരെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ വീഡിയോ എൻജോയ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ 24 ഒരു നമ്മുടെ പെണ്ണ് കാണൽ ചടങ്ങ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24 ചാനൽ ന്യൂസിൽ ലൈവായിട്ട് ശ്രീകണ്ഠൻ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റേഷനിലുള്ള ആൾക്കാർ വീഡിയോ എടുത്തിട്ട് എനിക്ക് പേഴ്സണലി അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. എനിക്കും ഇതുപോലെ എനിക്ക് പേഴ്സണലി കുറേ പേര് അയച്ചു തന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ ഒരു പ്രഗ്നന്റ് ആയിട്ട് ഇങ്ങനെ പ്രസവത്തിന് പോവുക എന്നുള്ളൊരു വീഡിയോ. അത് റീസെന്റ് വീഡിയോ ആണ്. ഈ പെണ്ണ് കാണൽ പറയുന്നത് 1.5 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ഇത് എനിക്ക് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ. അതെനിക്ക് തോന്നുന്നു നല്ല വ്യൂ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അയച്ചു തന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കൊടുക്കും നിങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പൊ ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ഇനി എന്താ ഞാൻ ചോദിക്കാൻ, ഞാനിങ്ങനെ ആലോചിക്കണം. അതെ അതെ, മൊത്തത്തിൽ അങ്ങനെയാണല്ലോ നമ്മള്. ഞങ്ങൾ ഇതുവരെ പറയാത്ത കാര്യമുണ്ട്, എക്സ്ക്ലൂസീവ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ എല്ലാ വീഡിയോസിന്റെ ബാക്കിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ്, ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പൊളിറ്റിക്സ്, ഒരു അമ്മ മോൻ തമ്മിലുള്ള പൊളിറ്റിക്സ്, ഒരു അമ്മായിമ്മ മരുമോൾ തമ്മിലുള്ള പൊളിറ്റിക്സ്. നമ്മുടെ പണ്ടത്തെ കാലം ഇങ്ങനെ ആയിരുന്നു നമ്മൾ ഓർമ്മിക്കണം. അത് ഫണ്ണിലൂടെ നമ്മൾ ഓർമ്മിക്കണം ആളുകളെ. നമ്മൾ കാണുമ്പോൾ പാലക്കാട് ഇങ്ങനെയൊക്കെ ആണോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആണ്. നമ്മുടെ ഓരോ വീഡിയോസിന്റെ കമന്റ്സ് താൻ നോക്കിയാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്, കറക്റ്റ് കേട്ടോ. അവരത് ഫണ്ണി ഒരു ഘട്ടത്തിലൂടെ എടുക്കാതെ ഇത് ശരിയല്ല, ഇത് മാറണം, ചേഞ്ച് ആവണം എന്നുകൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളും 40+ ആളുകളാണ്. നമ്മൾ കാരണം ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അല്ല, ദിസ് ഈസ് നോട്ട് ഫൺ. ഇതിനകത്തൊരു നിങ്ങൾ ചേഞ്ച് ആവേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിതൊരു പറഞ്ഞില്ല, ഇതുവരെ പ്രേക്ഷകർ ചോദിക്കുന്നു വിചാരിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൂടെ അറിയണമല്ലോ. നമ്മളത് പറയും. നമ്മളുടെ കാലങ്ങളായിട്ട് നമ്മൾ അച്ഛനും അമ്മയായാലും മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് റോങ്, ഇത് മാറണം. പൊതുവേ എല്ലാ ജില്ലക്കാരും പറയും പാലക്കാട്ടുകാർ 10 വർഷം ബാക്കിലാണ്, പാലക്കാട്ടുകാർ 10 വർഷം ബാക്കിലാണ്. 10 വർഷം ബാക്കിലാവാം, പക്ഷെ വി ഹാവ് സമാധാനം. ഞങ്ങൾ 4 പേര് ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം, ഞങ്ങള് പാലക്കാട് ജില്ലയുടെ ബ്രാൻഡാണ്. ഞങ്ങൾ ഒരിക്കലും പാലക്കാട് ജില്ലയെ വിട്ടു പറയില്ല. എന്തുകൊണ്ടും പാലക്കാട് ജില്ല സൂപ്പറാണ്, ഭയങ്കര സൂപ്പറാണ്. ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ ടേക്ക് ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ. എന്തുകൊണ്ടും ജില്ല സേഫാണ്. പ്രകൃതിപരമായിട്ട് അതുകൊണ്ട് വേറെ ജില്ലകൾ മോശമാണെന്നല്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മളെ സൂപ്പറാണ്. പ്രകൃതിപരമായിട്ടൊരു പ്രശ്നങ്ങളില്ല, ഒരു ഭൂമി നിൽക്കാൻ വരില്ല. മലയെ പൊട്ടി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. വെസ്റ്റേൺ ഗട്ട്സ് ഒരു ഭൂമി നിൽക്കാൻ വരില്ല, ഒരു ചുഴലിക്കാറ്റ് വരില്ല, സുനാമി വരാൻ കടലില്ല. അതാണ് നമ്മളെ ആകെ ഉള്ളത് ചൂടുണ്ട്. അത് പക്ഷെ നമുക്ക് പാലക്കാട്ടുകാർക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുന്നു. നേരത്തെ നല്ല ചായ ഊതി കുടിക്കുന്നു. ഒരു ദിവസം എത്ര ചായ കുടിക്കും? കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചായപ്രാന്ത മൂപ്പരാണ്. ചായ നമ്മുടെ ഒരു വീക്ക്നെസ്. 8 ഉണ്ട്, 8, 9, 10 വരെ പോയിട്ട്. അതല്ല നമ്മൾ ഈ മറ്റേ ഡ്യൂട്ടി ചെക്ക് പോസ്റ്റ് നൈറ്റ് ഒക്കെ നിൽക്കുമ്പോൾ വെറുതെ ഇങ്ങനെ രണ്ടെണ്ണം നോക്കി കഴിഞ്ഞാൽ എന്നാ ഒരു ചായ കുടിക്കുക. അത് വെറുതെ ഒന്നും ഇല്ലെങ്കിൽ അര ഗ്ലാസ് കിട്ടിയാൽ മതി. എന്നാലും ഒരു ഇതാണ്, നമ്മളിങ്ങനെ ഒരു സ്നാക്ക് ഒക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കുന്ന പോലെ ചായ, ആ കളറും ആ ഒരു കുപ്പി ഗ്ലാസും എന്തെങ്കിലും എനിക്ക് ഇപ്പൊ നമ്മുടെ വിനീത് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഗ്രാമീണ ഭംഗി കാണണമെങ്കിൽ അത് പാലക്കാട് തന്നെ വരണം. അത് ആ പച്ചപ്പും ആ പാടവും കാര്യങ്ങളും കറക്റ്റ് പഴയ കാര്യങ്ങൾ എങ്ങനെയാണ് കേരളം. ഇപ്പോഴൊക്കെ പല ജില്ലകളിലും ഇൻഡസ്ട്രിയൊക്കെ വന്നിട്ട് എല്ലാം മാറിയില്ലേ. പക്ഷെ ഇപ്പോഴും ഇത് ഡെവലപ്മെന്റ് ഇല്ല എന്നല്ല, പക്ഷെ അത് കീപ്പ് ചെയ്ത് പോകണ്ടല്ലോ, അതിലൊരു സമാധാനം. പൊല്യൂഷൻ ആണെങ്കിൽ എല്ലാം കുറവല്ലേ. ഇവൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് പറഞ്ഞത് വേറൊന്നുമില്ല. ഞങ്ങൾ അമ്മായിയമ്മയും മരുമകളും മകനുമായിട്ടൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സ്വാഭാവികമായി
അമ്മായിമ്മ പറയുമ്പോ ഭീകരി അതെ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെയ്തപ്പോ അതിലെ വന്ന കമന്റുകൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കമന്റുകളാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതായത് ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്, ഒരു സിനിമയ്ക്ക് പോകുമ്പോ അപ്പ പറയും വയ്യായിക വീട്ടിൽ വേനിക്കുവാണ് ഈട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മോഡൽ അങ്ങനെ സ്വാഭാവികമായിട്ട് അല്ല സംഭവം എന്താണ് മൂപ്പര് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ നമ്മള് എല്ലാ അമ്മായിമാരും അങ്ങനെയാണെന്നൊരു കോൺസെപ്റ്റ് ഇല്ല Generalize ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളൊരു ഫണ്ടെന്ന രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, ആ ഒരു സെൻസിൽ എടുക്കുന്നുണ്ട്. അതാണ് പ്രേക്ഷകരുടെ വിജയം. ഇത് ചെയ്യുന്ന അമ്മായിമാർക്ക് എവിടെയോ ഒരു കുത്ത് കിട്ടും. ആ അമ്മായിമ്മമാര് മാത്രമല്ല കേട്ടോ, മരുമകളെ പോലില്ലേ എല്ലാ വീട്ടിലും മരുമകളെ പോലുണ്ട്, ഇല്ലാണ്ട് പറയാൻ പറ്റുമോ? കണ്ടിട്ടുണ്ട്. അവർക്ക് കണക്ട് ആവുമ്പോ എന്നാ ഒരു അതെ. അപ്പോൾ ശരിക്കും ഈ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളതൊരു ജോബായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ആൻഡ് ഇതിൽ ഇൻകവും കൂടെ ലഭിക്കുന്നില്ലേ, ഒന്ന് പറയും. നമ്മളെന്താ ഞാൻ പറയുന്നത്, നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. സക്സസ് പുറകെ വരും. എന്താണെങ്കിലും ഇപ്പോൾ ഡോണ്ട് ടേക്ക് എ കണ്ടന്റ് ക്രിയേഷൻ, എന്താണെങ്കിലും നിങ്ങൾ ടൈം വരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് തുടങ്ങുമ്പോൾ തൂമക്കണ്ടം തുടങ്ങുമ്പോൾ നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. ഇന്ന് ഇവിടെ അഹലിയിൽ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അണ്ണാ ഇന്ത്യഷേട്ട രാജീവേട്ട നമുക്കിത് തുടങ്ങാം, ഒരു എന്റർടൈൻമെന്റ് തുടങ്ങാം, എല്ലാവർക്കും ഇഷ്ടമല്ലേ, നമ്മൾ വീഡിയോ ചെയ്യുന്ന ഇഷ്ടമാണ്, അതുപോലെ നമുക്ക് തുടങ്ങാം. പക്ഷെ ഒരൊറ്റ വീഡിയോയിൽ ആളുകൾ ഏറ്റെടുത്തു. നമ്മൾ ഒരു ചൂടിന്റെ വീഡിയോ ആണ് ആദ്യം ഇട്ടത്. അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് ഞങ്ങളുടെ സ്ഥലം എരുമിയൂരായിരുന്നു. എരുമിയൂർ 44 42, അതായത് ഇന്ന് 13-ാം തീയതി ഇന്നാണ് ഇട്ടത്. 2 വർഷമായി ഇന്നാണ് കേട്ടോ ഞങ്ങളുടെ ആനിവേഴ്സറി. വീഡിയോ റിലീസ് ചെയ്ത് ആ വീഡിയോ നന്നായിട്ട് കേറിയിട്ടുണ്ട്. അത് ഞങ്ങൾ ആക്ച്വലി അതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത്, കുഞ്ചേരി കുമ്മാട്ടി അറിയില്ലേ, അത് ഇടാവണ്ട ചെയ്ത്, പക്ഷെ അത് ഇട്ടില്ല. പിന്നെയാണ് ഒരു ദിവസം ജിമ്മിലിരിക്കുന്ന സമയത്താണ് ഇന്ന് ചൂട് ഭയങ്കര കൂടായിരുന്നു. അന്ന് ന്യൂസിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത് ഇന്ന് ചൂടിന് ഒന്ന് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് അടിച്ച് പൊളിച്ച് ഇട്ട് പോയാണ്. നോക്കുമ്പോ സംഭവം അടിച്ച് കയറി പോയി. ഡ്യൂട്ടിക്ക് പോയി, അജീഷ് പോയി, ഞാൻ എന്റെ ഡ്യൂട്ടിക്കും പോയി. വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഡ്യൂട്ടിന്റെ അവിടെ നിൽക്കുമ്പോഴാണ് കുവൈത്ത് നിന്റെ വീഡിയോ അവിടെ കുവൈത്ത് കളിക്കുകയാണ്. അല്ല ഞങ്ങൾ അപ്പോഴും സീരിയസ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഫണ്ണായിട്ട് ചെയ്തിട്ട് പോവാം. കാരണം ഞാൻ ഇവനും കൂടി ഇങ്ങനെ ടിക്ടോക്ക് ഒക്കെ ചെയ്യായിരുന്നു പണ്ട്. അപ്പോൾ ഒരു ക്യാമറയും പിടിച്ചിട്ട് ഞങ്ങളൊരു മല്ല മേലെ പോയിട്ട് ഇവൻ്റെ യൂണിഫോം ഒക്കെ പാക്ക് ചെയ്തിട്ട് വന്നിട്ട് മല്ല മേലെ പോയിട്ട് ഞാൻ ഇവനെ എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ താഴെ വന്നിട്ട് ഒരു മൊബൈൽ ഷോപ്പുണ്ട് നമ്മുടെ ഒരു സുഭാഷ് ഏട്ടൻ പറയും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോഴാണ് ആൾ വരുന്നത്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു ഇങ്ങനെ പോയ കാര്യമില്ല, അത് എല്ലാം അവിടെ ഓൺ വോയിസ് ആണ്. അപ്പോൾ ഓൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്തേ പറ്റുള്ളൂ വെറുതെ പറയും. അപ്പോൾ എല്ലാവരും പക്ഷേ താല്പര്യമായിരുന്നു, എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷെ ആ ഒരു സമയം കാര്യങ്ങളൊക്കെ ഒന്നിച്ച് വരണ്ടേ. അന്നായിരുന്നു ആ രാത്രിയായിരുന്നു ഞങ്ങളുടെ സമയം. അതേതാ ഡേറ്റ് എന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വിളിച്ച് ഇവനെ വീട്ടിൽ വിളിച്ച് അങ്ങനെ അന്ന് രാത്രി വന്ന് അപ്പം തുടങ്ങിയ പരിപാടിയാണ് ഈ സംഭവം. അല്ല ആ മേഖലയ്ക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിലെന്താ പറയുക, നമ്മൾക്ക് ഫസ്റ്റ് അജീഷ് പറഞ്ഞ പോലെ ടിക്ടോക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ഈ ജെല്ലിലൊക്കെ ക്യാമറ എന്നിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അമ്മ അപ്പുറത്തോടെ ചൂരും കൊണ്ട് പോയി അങ്ങനെ നമ്മൾ അതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ അത് നിർത്തിയല്ലോ. പിന്നെ ഒന്നേം തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ അതിലും കേറേണ്ട കാര്യങ്ങളാണ്. അല്ല ഞങ്ങളൊരു ട്രിപ്പാണ് മെയിൻ. ഞങ്ങൾ അതിന് തൊട്ട് മുമ്പായിട്ട് 2-3-4 ട്രിപ്പ് പോയി. അപ്പോൾ ഇങ്ങനെ ട്രിപ്പിന്റെ വീഡിയോസ് ഒക്കെ എടുത്തപ്പോൾ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരു ഓൺ വോയിസിൽ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തുകൂടാന്നാണ് അങ്ങനെ ഒരു ആലോചന വന്നു. അപ്പോഴാണ് ആ സമയം ചൂടിൻ്റെ ആ ഒരു ടൈമും വന്നത്. കറക്റ്റായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി 4 പേരും കൂടി ഒത്തുചേർന്നു. അങ്ങനെ ഓക്കെ റെഡിയാക്കി. വീഡിയോ എടുക്കാൻ അറിയണോ ആദ്യം? വീഡിയോ എടുക്കാനുള്ള അത് ഇവന്റെ കഴിവേ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് 3 പേർക്കും അറിയാം ഇവന്റെ കഴിവ്. പറഞ്ഞതാണോ? അയ്യോ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരാളെ ബൂസ്റ്റ് ചെയ്യില്ല. ഉള്ള കാര്യം അങ്ങനെ ബൂസ്റ്റ് ഞങ്ങളെ കുറിച്ച് പറയാണ്ടിരിക്കട്ടെ. അല്ല അങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതല്ല. അവൻ അതിനുള്ള കഴിവുണ്ട്, അവന് ക്യാപ്പബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഓരോ ട്രിപ്പിലൂടെ ഞാനത് മനസ്സിലാക്കി എടുത്താൽ. അപ്പം എന്നോട് ഞാൻ പറയാറുണ്ട് എപ്പോഴും ഓൺ വോയിസ് ചെയ്യണം പറയും. അപ്പം അപ്പോഴും ഇവനൊരു മടിയാണ്, ഒരു മടി ഉണ്ടായിരുന്നു. അത് പൊടി തട്ടിയെടുത്തപ്പോൾ സംഭവം ഉഷാറായിട്ട് കയറി വന്നു. എനിക്ക് തോന്നുന്നു തൂമക്കണ്ണൻ ആരാണെന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഭയങ്കര നല്ല എഡിറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എല്ലാവരുടെയും ഇങ്ങനെ എക്സ്പ്രഷനും അങ്ങനെയൊക്കെ വെച്ചിട്ട് പപ്പായ കഴിക്കുമ്പോഴുള്ളൊരു അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പം എനിക്ക് തോന്നിയായിരുന്നു കൊള്ളാം എഡിറ്റിംഗ് എന്നൊക്കെ. അപ്പം ഇത് പഠിക്കുമ്പോൾ മുതലേ പാഷനായിരുന്നു അല്ലേ? ഞാൻ പഠിക്കുമ്പോൾ മുതലേ സ്കൂൾ ഡേയ്സ് മുതലേ ഒരു താല്പര്യമായിരുന്നു. ഞാൻ ഭയങ്കര ഒരു സിനിമ കാണും, മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അന്ന് മുതൽ നമ്മൾ പടം കാണുമ്പോൾ അത് പടത്തിലെ കഥ സ്റ്റോറി ഉപരി എഡിറ്റിംഗ് എങ്ങനെയാണ്, ക്യാമറ എങ്ങനെ വെച്ചിരിക്കുന്നത്, ലൈറ്റിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മൾ അന്ന് മുതലേ അത് ഇഷ്ടപ്പെട്ട് വന്നു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ
ചിലപ്പോൾ ഞങ്ങൾ ഞെട്ടുണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം 4-5 സിനിമ കാണുവാൻ. അല്ല മൂവി ലവറാണ് അവൻ. റിവ്യൂ ഇടാറുണ്ട് അവൻ. മൂവി കണ്ടാലും അതിന്റെ റിവ്യൂ ഇടാറുണ്ട്. ഇപ്പൊ ഇത്തിരി കുറച്ചിരിക്കുകയാണ്. സമയമില്ല സമയമില്ലെന്നല്ല, ഇപ്പൊ നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാലും ഇപ്പൊ നമ്മളിപ്പോ സമൂഹത്തിൽ അത്യാവശ്യം ജനങ്ങൾ അറിയപ്പെടുന്ന കാരണം ഇവന്റെ അഭിപ്രായം പറയാനും കൂടി പറ്റാത്ത ഒരു ചെറിയ സിറ്റുവേഷൻ ഉണ്ട്. കാരണം നമ്മൾ പറയുന്ന ഓരോ അഭിപ്രായം ജനങ്ങൾ എടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളപ്പോ അവിടെ ഇവിടെയും ബാധിക്കാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ജിമ്മിൽ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരും, നമ്മൾ അടിച്ചിങ്ങനെ പേരിപ്പിച്ച് നിർത്തുന്നത് ഏറ്റവും വലുതായിട്ടൊക്കെ എഡിറ്റിംഗ് സിംഹം എന്നൊക്കെ പറയണല്ലേ. മതി ഇനി പോക്കിയത് മതി. ഇനി പോങ്ങിയ അങ്ങനെ അതിന്റെ മേലൊന്നും വലിയ ബലമില്ല. സംഭവം കാര്യമാണ്. എന്താ പറയുക, നമ്മളുടെ ഏറ്റവും വലിയ വിജയം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കൂട്ടുകെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ടാലന്റ് പുറത്ത്. എനിക്ക് എന്താ ഏറ്റവും നല്ലതെന്ന് എന്നെ കാണുന്ന ആൾക്ക് മനസ്സിലാവും. എന്റെ കുറ്റവും എന്റെ കൂടുതലും എന്നെ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ടാലന്റ് പുറത്തു കൊണ്ടുപോകും. ഞാൻ പറയും ഇപ്പൊ പുള്ളി അഭിനയിക്കണേ, ഞാൻ പറയും ഇങ്ങനല്ല, കുറച്ചുകൂടെ പെർഫോം ചെയ്യും, നല്ലത് പുറത്ത് വരും. അത് പുറത്ത് വരും ഓട്ടോമാറ്റിക്കാണ്. ഞാൻ പുള്ളിയെടുത്ത് ഈ ഡയലോഗ് പറയുമ്പോൾ പുള്ളി പറയും എടാ ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ നമ്മളുടെ ബോണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ജെന്യൂൻ സാധനം പുറത്ത് വരുന്നത്. സോ സൗഹൃദമാണ് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പറഞ്ഞിട്ട് എൻ്റെ കഴിവ് മാത്രം നമ്മൾ 4 പില്ലേഴ്സാണ് ഒരു വീടിന് 4 പില്ലേഴ്സാണ്. ഒരു പില്ലർ മാറ്റി താഴെ വീഴും. 4 പേരും സ്ട്രോങ് എന്നാൽ മാത്രമേ ഈ സാധനം ഏത് ക്ലൈമറ്റിൽ പിടിച്ചു നിൽക്കൂ. അതാണ് ഞങ്ങളുടെ വിജയം.